ദേവി യാത്ര, അമർനാഥ് ഗുഹ യാത്ര, ഈ യാത്രകളെല്ലാം തന്നെ കാൽനടയായി കല്ലും മുള്ളും ചവിട്ടി മലനിരകൾ, മഞ്ഞുമൂടിയ മലനിരകളും താണ്ടിയാണ് യാത്ര ചെയ്ത് പുണ്യസ്ഥലങ്ങളിലേക്ക് പോവുക. ഇത് വർഷങ്ങളായി നടക്കുന്ന ആചാരമാണ്. ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള യാത്രകൾ, പിൽഗ്രിം യാത്രകൾ നടത്തുക. ഇന്നത്തെ വിഷയം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. പിൽഗ്രിം യാത്രകളൊക്കെ തന്നെ പുണ്യ തീർത്ഥങ്ങളിലേക്കുള്ള യാത്രകൾ എല്ലാം തന്നെ കാൽനടയായും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുമാണ് ഭക്തജനങ്ങൾ ചെയ്യുക. അത് ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായും ഇതുപോലെയുള്ള യാത്രകൾ നടത്താറുണ്ട്. സാധാരണയായി മലനിരകളിലേക്കുള്ള യാത്രകളിൽ അവിടെയുള്ള റിസോർട്ടുകളിലും മറ്റും ഇപ്പോൾ കാൽനടയായി കുന്നുകൾ കയറുവാനുള്ള, ട്രക്കിംഗ് നടത്തുവാനുള്ള, മലകയറ്റം അത് നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വിനോദസഞ്ചാരികൾ ഒരു താല്പര്യത്തിൻ്റെ പുറത്തായി അങ്ങനെ മലകൾ ചവിട്ടി കയറുന്നവരുണ്ട്. അതിലും കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളവർ പർവ്വത ആരോഹണക്കാർ എന്ന് പറയും. വലിയ പർവ്വതങ്ങളിൽ കയറുന്നവർ ഉണ്ട്. അതിപ്പം ഹിമാലയ പർവ്വതത്തിൽ കയറുക, അതുപോലെയുള്ള ഉയരം കൂടിയ പർവ്വത നിര